എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ബീഹാറിലെ ബങ്കിപ്പൂരിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജൻസൂർജ് പാർട്ടിയുടെ നേതാവായ പ്രശാന്ത് കിഷോർ ജയിച്ചത് ഏകദേശം 10,000-ൽ പരം വോട്ടുകൾക്കാണ്. അപ്പോൾ അവിടെ BJP ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. BJPയുടെ ദേശീയ പ്രസിഡന്റായ നിതിൻ നബി രാജിവെച്ച ഒഴിവിലേക്കാണ് ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ മാപ്പറുകളും കേരളത്തിലെ സുഡാപ്പികളും കൊങ്ങികളും കമ്മികളൊക്കെ ചേർന്നിട്ട് വലിയ രീതിയിലുള്ള ആഘോഷം തുടങ്ങി സോഷ്യൽ മീഡിയയിലേക്ക്. അതായത് കേന്ദ്രത്തിൽ BJP ഭരണം വീഴാൻ പോകുന്നു, ജൻസിയുടെ ആ ഒരു കോപത്തിന് മുന്നിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ജൻസി BJPയുടെ മുഖത്തടിച്ചു, നരേന്ദ്രമോദി രാജിവെക്കാൻ പോകുന്നു, നരേന്ദ്രമോദി രാജ്യമിടാൻ പോകുന്നു എന്നാണ് ഇന്നലെ വലിയ രീതിയിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ വലിയ രീതിയിൽ ചർച്ചയും ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആഘോഷം കാണുമ്പോൾ എനിക്ക് രാമായണത്തിലെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. അതായത് രാമരാവണ യുദ്ധം നടക്കുമ്പോൾ കിഴക്കേ ഗോപുരത്തിൽ നിന്ന് തെക്കേ ഗോപുരത്തോട്ട് പോകാൻ വേണ്ടി രാവണൻ സീതാദേവിയുടെ ഒരു പ്രതിമയാക്കിയിട്ട് എന്താ പറയുക, ചോരയിൽ മുക്കിയിട്ട് ഈ കുരങ്ങന്മാരെ കാണിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കുറുക്ക് വിദ്യ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീതാദേവി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് വാനരന്മാരൊക്കെ വലിയ രീതിയിൽ വാവിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഭീഷൺ പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ കുരങ്ങന്മാരെ, നിങ്ങൾക്ക് എന്താ അറിയാമെന്നാണ് വിഭീഷണൻ പറഞ്ഞത്. അപ്പോൾ സമാനമായ സാഹചര്യം തന്നെയാണ് എനിക്ക് ഇവിടുത്തെ മാപ്പറുകളോടും പറയാനുള്ളത്. അയ്യോ കുരങ്ങന്മാരെ, നിങ്ങൾക്ക് എന്താണ് അറിയുക. അതായത് ഇത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗം ആയിട്ട് തന്നെയാണ്. നമുക്കറിയാം BJPയുടെ രാഷ്ട്രീയം പാൻ-ഇന്ത്യൻ ലെവലുള്ള ഒരു രാഷ്ട്രീയം എന്താണ്, കോൺഗ്രസ് മുക്ത ഭാരതം, അതായത് നേഷൻ ഫസ്റ്റ് കോൺഗ്രസ് മുക്ത ഭാരതം, ഇതൊക്കെയാണ് ഇവരുടെ സ്ട്രാറ്റജി. അപ്പോൾ ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന കോൺഗ്രസ് മാത്രമല്ല, കുടുംബം കൈയാളുന്ന പാർട്ടികൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിൽ ഇത് വരാൻ പാടില്ല. ഇത് BJPയുടെ പ്രത്യക്ഷമായ പ്രഖ്യാപിതമായ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഈ ബങ്കിപ്പൂരിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിനെ ജയിപ്പിച്ചത്. ഞാൻ അതിലേക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതായത് അവിടെ കഴിഞ്ഞ തവണ 65% വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ഈ ബങ്കിപ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വെറും 35% വോട്ടുകളാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. അപ്പോൾ അവിടെ BJPയുടെ കോർ വോട്ടുകളൊന്നും വോട്ട് ചെയ്തിട്ടില്ല. BJPയുടെ ഒരു മെഷീനറിയും പോലും ആക്റ്റീവായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഈ BJP നിശ്ചയിച്ച സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തലേന്ന് പിന്മാറി. അതായത് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പേരും പറഞ്ഞ് പിന്മാറി. അതിനുശേഷമാണ് വെറും 1 മണിക്കൂർ കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അയാൾക്ക് വേണ്ടി കാര്യമായിട്ട് ഒരു ഇലക്ഷൻ വർക്കുകളൊന്നും നടത്തിയില്ല. ഒരു മെഷീനറിയും BJPയുടെ അവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നത്, BJPക്ക് പ്രശാന്ത് കിഷോറിനെ ബീഹാർ പൊളിറ്റിക്സിലെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരണം. ബീഹാർ പൊളിറ്റിക്സിന് ലൈംലൈറ്റിലേക്ക് മാത്രമല്ല, ബീഹാർ നിയമസഭയിൽ പ്രശാന്ത് കിഷോറിനെ കൊണ്ടുവരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് BJP ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, അതെന്താ റീസൺ എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഒരു കുടുംബ പാർട്ടിയും ഇന്ത്യ ഭരിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു ലൈൻ BJP പിന്തുടരുന്നത്. അപ്പോൾ എന്താണ് അവിടെ RJDയും കോൺഗ്രസൊക്കെ 3-ാം സ്ഥാനത്തേക്ക് പോയി. BJP 2-ാം സ്ഥാനത്തായി, RJDയും കോൺഗ്രസും സഖ്യം 3-ാം സ്ഥാനത്തേക്ക് പോയി. ഈ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ വലിയ രീതിയിൽ വർത്തമാനം പറയാണ്, BJP കേന്ദ്രത്തിൽ ഭരണത്തിൽ പോവുകയാണ്, BJPയുടെ തകർച്ച ആരംഭിച്ചു എന്നൊക്കെ. അപ്പോൾ ഇത് ശരിക്കും എന്തിനാണ് പ്രശാന്ത് കിഷോർ ബീഹാർ നിയമസഭയിൽ വരണമെന്ന് BJP ആഗ്രഹിക്കുന്നത്? അപ്പോൾ അവിടെ 243 സീറ്റുകൾ നേടിയിട്ടാണ് അവിടെ NDA അധികാരത്തിൽ വന്നത്. JDയും മറ്റേ BJPയും ചേർന്നിട്ടില്ലേ. ഈ ഒരു സീറ്റ് വിജയിച്ചുകൊണ്ടോ തോറ്റുകൊണ്ടോ BJPക്ക് ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അവിടുത്തെ സാമ്രാജ് ചൗധരി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ BJPയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവിടെ RJDയെ, അതായത് തേജസ്വി യാദവ് നയിക്കുന്ന RJDയെ പൂർണ്ണമായിട്ട് നിലംപരിശാക്കുക, എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി BJPക്ക് ഈ പ്രശാന്ത് കിഷോറിലൂടെ നടപ്പാക്കാനുണ്ട്. അതുകൊണ്ട് അമിത്ഷാ എന്ന ബുദ്ധിരാക്ഷസിൻ്റെ ചാണക്യ ബുദ്ധിയിൽ ഉദിച്ച ഇത് തന്നെയാണ് ഈ ഒരു ഇലക്ഷൻ. അതായത് ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്, പ്രശാന്ത് കിഷോർ അവിടെ നിയമസഭയിൽ വരുന്നു, നിരന്തരം അവിടുത്തെ ഭരണകക്ഷിയെ BJPക്കെതിരെ, BJPയുടെ ഓരോ സ്ട്രാറ്റജിക്കെതിരെ, BJPയുടെ നയങ്ങൾക്കെതിരെ എല്ലാം പ്രഖ്യാപിക്കും. ഓരോ സമരങ്ങളും കാര്യങ്ങളൊക്കെ പ്രശാന്ത് കിഷോർ ആയിരിക്കും നയിക്കാൻ പോകുക. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അവിടെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ആരെ കാണുക, പ്രശാന്ത് കിഷോർ, ജനസൂരജ് പാർട്ടിയുടെ നേതാവായ പ്രശാന്ത് കിഷോറിനെയാണ് കാണുക. തേജസ്വി യാദവിനെ കാണില്ല. തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഇദ്ദേഹം പൊളിറ്റിക്സിൽ ആക്റ്റീവ് ആവുന്നത്. അതുവരെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാത്ത ഒരാളാണ് ഈ തേജസ്വി യാദവ് എന്ന് പറഞ്ഞാൽ. കുറച്ച് യാദവ് വോട്ടുകളും കുറച്ച് മുസ്ലിം വോട്ടുകളും ഒരു കൺസോൾട്ടേഷനാണ്. അതായത് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ പയറ്റുന്ന സമാനമായ തന്ത്രം തന്നെയാണ് തേജസ്വി യാദവും ഇവിടെ പയറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബീഹാർ നിയമസഭയിലേക്ക് പ്രശാന്ത് കിഷോർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത 5 വർഷമാകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള, അതായത് ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ജനങ്ങൾ കാണുന്നത് പ്രശാന്ത് കിഷോറിനായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 40 സീറ്റുള്ള RJD അടുത്ത ഇലക്ഷൻ ആകുമ്പോഴുണ്ടല്ലോ, ഈ RJDക്ക് കിട്ടുന്ന വോട്ടുകളൊക്കെ ആയിരിക്കും പ്രശാന്ത് കിഷോർ കൊണ്ടുപോകുക.
കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോ, എഴുതി വെച്ചോ, അടുത്ത ബീഹാർ ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ഒരു 10-15 സീറ്റോ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ RJDക്ക് കിട്ടുന്ന വോട്ടുകൾ, മുസ്ലിം വോട്ടുകളും യാദവ് വോട്ടുകളൊക്കെ സ്പ്ലിറ്റായിട്ട് അത് BJP ഇഷ്ടമില്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇനി ജൻസൂരജ് പാർട്ടിക്കായിരിക്കും. അപ്പോൾ BJPയുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രികോണ പോരുണ്ടാക്കുക. അതായത് എവിടെയായാലും ഒരു ത്രികോണ പോരുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ BJPക്കായിരിക്കും അതിൻ്റെ മേൽക്കൈ. അങ്ങനെ RJD ശക്തി ക്ഷയിപ്പിച്ചു കഴിഞ്ഞാൽ, RJD എന്നേക്കുമായി ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബീഹാർ പൊളിറ്റിക്സിൽ എന്നേക്കുമായിട്ട് BJPക്ക് അത് ദീർഘകാലം അവിടെ ഭരിക്കാം. അതുമാത്രമല്ല, BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ഈ കുടുംബ പാർട്ടി ഒരു സംസ്ഥാനത്തും വരരുത്, ശക്തി പ്രാപിക്കരുത് എന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്ലാനും നടപ്പാവും. ഇത് തന്നെയാണ് തമിഴ്നാട്ടിലും കണ്ടത്. തമിഴ്നാട്ടിൽ എന്താണ്, അവിടെ കാലാകാലങ്ങളായിട്ട് DMK ഭരിച്ചുകൊണ്ട് DMK വലിയ ശക്തിയുള്ളൊരു പാർട്ടിയാണ്. എന്ത് തന്നെ പറഞ്ഞാലും വലിയ ശക്തിയുള്ളൊരു പാർട്ടി തന്നെയാണ്. വലിയൊരു മെഷീനറി സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് DMK. ആ DMK ഒരു കുടുംബ പാർട്ടിയാണ്. ആ കുടുംബ പാർട്ടിയും വേരോട് അറുത്തത് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ? വിജയ് എങ്ങനെയാണ് വന്നത്? കഴിഞ്ഞ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ചാനലും ഒരു എക്സിറ്റ് പോളും വിജയ്ക്ക് ഇത്ര ഒന്നൊഴികെ ബാക്കി എല്ലാവരും വിജയുടെ പാർട്ടിക്ക് മാക്സിമം ഒരു 10-15 സീറ്റ് കിട്ടിയാൽ ആയി എന്നുള്ള തരത്തിലാണ് എക്സിറ്റ് പോൾ നടത്തിയത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ ഒരു ചാനൽ, എനിക്കൊന്ന് ചാണക്യാണെന്ന് തോന്നുന്നു, അവർ മാത്രം പറഞ്ഞു വിജയുടെ പാർട്ടിക്ക് വലിയ രീതിയിൽ ഭൂരിപക്ഷം കിട്ടും, അതായത് അവിടെ ഭരണത്തിലേക്ക് എത്താൻ തക്ക രീതിയിലുള്ള ഒരു സീറ്റ് വിജയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? BJPക്ക് കഴിഞ്ഞ തമിഴ്നാട് ഇലക്ഷനിൽ ഒരു 3% വോട്ടുകളാണ് കിട്ടിയത്. കഴിഞ്ഞ അണ്ണാമലയുടെ ടൈമിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് 4 സീറ്റുകളുണ്ടായിരുന്നു. അവിടെ 12-13%, 16% വോട്ടുകളുണ്ടായിരുന്നു NDAക്ക്. BJPക്ക് മാത്രം 11% വോട്ടുകളുണ്ടായിരുന്നു. ആ വോട്ടുകളൊക്കെ ഇവിടെ പോയി. ആ വോട്ടുകളൊക്കെ വിജയ്ക്ക് പോയി. എത്ര തന്നെ വിജയ്ക്ക് കുത്തി. അതായത് അവിടെ DMK എന്ന് പറഞ്ഞ കുടുംബ പാർട്ടി എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് BJP തന്നെ, ഇപ്പം പറയാൻ പറ്റില്ല ഈ വിജയ് പോലും കൊണ്ടുവന്നത് BJP ആണോ എന്ന്, അതിന് പിന്നിൽ BJP ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ കുടുംബ പാർട്ടി ഒരു സ്ഥലത്തും വരരുത് എന്ന പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം രാജ്യത്ത് പ്രോസ്പെറിറ്റി ഉണ്ടാവുക, ജനങ്ങൾക്ക് നല്ല വികസനം വരിക. അതായത് എല്ലാ കാര്യങ്ങളും ഒരു കുടുംബം നോക്കുന്നതിന് BJPക്ക് ഒരു താല്പര്യമില്ല. അവർ പ്രഥമ പരിഗണന നൽകുന്ന രാജ്യത്തിനാണ്, രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ, പക്ഷേ ഒരു കുടുംബ പാർട്ടി ഒരു സംസ്ഥാനത്തും ഭരിക്കരുതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് 11-16% വോട്ടുള്ള BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വിജയ് അധികാരത്തിലെത്തിച്ച് ഇവർ തന്നെയാണ്. ഒരു തർക്കവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വലിയ രീതിയിൽ അവിടെ നരേന്ദ്രമോദി BJP അവിടെ ഹോൾഡ് പോകുന്നു, BJP ഭരണത്തിൽ നിന്ന് പോകാൻ പോവുകയാണ്, നരേന്ദ്രമോദി രാജ്യം വിടും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കമ്മികളും സുഡാപ്പികളൊക്കെ. ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഉദയനിധി സ്റ്റാലിൻ നമ്മുടെ സനാതന ധർമ്മത്തെയും ഹിന്ദുമതത്തെയൊക്കെ സദാസമയം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ വിജയും തൃശയും ഒരു അശ്ലീല പരാമർശം നടത്തി, അതായത് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ ഇന്ന് രാവിലെ ഈ ഉദയനിധി സ്റ്റാലിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് വിജയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്ന് ആലോചിക്കുകയും. അതായത് ഇവിടെയൊക്കെ പറയും, ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പറയും നരേന്ദ്രമോദിക്കെതിരാണ്, കേന്ദ്ര സർക്കാരിനെതിരെയാണെന്നൊക്കെ പറഞ്ഞു. ശരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾ തന്നെയാണ് വിജയ് അവിടെയും നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ ബംഗിപ്പൂരിലെ ബൈ ഇലക്ഷനിൽ BJP പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ ജനസൂരജ് പാർട്ടി അവിടെ വിജയിച്ച് കയറി. പ്രശാന്ത് കിഷോർ ജയിച്ചു. അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി രാജിവെക്കാൻ പോകുന്നു, നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിഞ്ഞു, അമിത്ഷാക്ക് നാടുവിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ കോലാഹലം സൃഷ്ടിക്കുന്ന ഇവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമല്ല BJP യുടെ പയറ്റുന്നത്. അത് നിങ്ങൾ വഴിയെ മനസ്സിലാവും.